നമസ്കാരം. എല്ലാ CCTV പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ. ഈ തിരുവോണ ദിനത്തില് ആരോഗ്യരംഗവും ഓണം സ്പെഷ്യലാണ്. എല്ലാവരും ഓണസദ്യ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു നേരമാണ്. പക്ഷെ നമ്മൾ ഓണസദ്യ കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഈ ഒരു ഓണസദ്യക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ആരോഗ്യ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ല അല്ലേ? പക്ഷെ ഇന്ന് ഈ ഒരു ഓണദിനത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത്, ആരോഗ്യരംഗത്തിലൂടെ അറിയാൻ പോകുന്നത് ഓണസദ്യയെക്കുറിച്ചാണ്. ഓണസദ്യയുടെ പ്രത്യേകതകൾ, ആരോഗ്യ ഗുണങ്ങൾ ഇതെല്ലാമാണ്. ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നെല്ലുവായ് ധന്വന്തരി ആയുർഭവനിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണനാണ്. ഡോക്ടർ നമസ്കാരം, ഹാപ്പി ഓണം. നമസ്കാരം, ഓണം ആശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് ആരോഗ്യരംഗത്തിന്. എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓണസദ്യ എടുത്തത്. ഓണസദ്യ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ കഴിക്കും. കാരണം ഇപ്പോൾ എല്ലാവരും ഓണസദ്യ കഴിച്ച് വിശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ഈ ഓണസദ്യ കഴിക്കുമ്പോൾ നമുക്കറിയില്ല എന്താണ് ഈ ഓണസദ്യയുടെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യ ഗുണങ്ങൾ, പ്രത്യേകതകൾ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് ഡോക്ടർക്ക് അറിയാം. അപ്പോൾ ഡോക്ടർ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് അത് പറയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓണസദ്യയിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ, എന്താണ് ഈ ഒരു ഓണസദ്യ എന്ന്? ഈ ഓണം സദ്യ നമ്മളെല്ലാവർക്കും വളരെ ഫെമിലിയറാണ്. എല്ലാവരും വട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഊണ് കഴിക്കുന്നുണ്ട്. ഈ ഓണസദ്യക്ക് നമ്മളൊരു ശാസ്ത്രീയത ഉണ്ട്, ഓണത്തിനുണ്ട്. നമ്മൾ വേനൽക്കാലത്തെ ചൂട് കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് കിടന്ന് കർക്കിടകത്തിലെ സുഖചികിത്സ കഴിഞ്ഞ് ഒരു രസായന തെറാപ്പിയാണ് ഈ ഓണം എന്ന് പറയുന്നത്, ഓണസദ്യ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ശരീരത്തിൻ്റെ ആഹാരം കഴിക്കുന്നുണ്ട്, ശരീരം പുഷ്ടി വേണം, ഊർജ്ജം വേണം, അതായത് സമീകൃതമായ ആഹാരം വേണം. അതുകൊണ്ട് നമ്മുടെ രസായനം എന്ന് പറയുന്നത്, അതായത് ശരീരത്തിലെ എല്ലാ ധാതുക്കളും എല്ലാ അവയവങ്ങളും ഊർജ്ജം വർദ്ധിപ്പിക്കുക. അപ്പോൾ ശരീരത്തിൽ നാച്ചുറലായിട്ടുള്ള ഊർജ്ജം ശരിക്കും വന്നാലേ നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടാവും. അതാണ് ആരോഗ്യം. ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത ഉണ്ടാകുന്നതാണ് ആരോഗ്യമെന്ന് പറയുന്നത്. അതിന് നമ്മൾ ആഹാരം കൊടുക്കണം. അപ്പോൾ ഈ ആഹാരം നാച്ചുറലായിട്ടുള്ള ആഹാരം കൊടുക്കണം. അപ്പോൾ ഈ സദ്യ എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ ഈ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ആഹാരം കഴിച്ചിരുന്നു. ആഘോഷമാക്കി മാറും. ഒരു കൂടുതൽ ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയുള്ളൊരു ചികിത്സ അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് ആയുർവേദം. ഈ സദ്യ എല്ലാം, ഈ ഉണ്ടാക്കുന്ന ആഹാര വിഭവങ്ങളെല്ലാം ആയുർവേദപരമായ ഓരോരോ ഔഷധങ്ങളാണ്. നമ്മളിപ്പോൾ ചവരപ്രാശം ലേഹ്യം ഉണ്ടാക്കേണ്ട, വിദാര്യാദി ലേഹ്യം ഉണ്ടാക്കും പോലെ അന്നത്തെ കാലത്ത് ഒരു ഔഷധ കൂട്ടായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് പോഷക സമൃദ്ധമായ ഒരു രസായന ഔഷധക്കൂട്ടാണ്. അതാണ് ഇത്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യം 6 രസങ്ങളുണ്ട്, ഷഡ്രസങ്ങൾ പറയും. അതുപോലെ 4 കറി, 4 കറി വെച്ച് കൂട്ടുക. ശരിക്കും 4 കറി ശരിക്കും ഉള്ളൂ. പക്ഷെ ഇന്ന് എത്രത്തോണ്ട് കറികൾ കൂട്ടാം ഇലയിൽ എന്നാണ് ചിന്തിക്കുന്നത്. വേണ്ട, ഈ 4 കറിക്കും ഒരു പ്രത്യേകത. നമുക്ക് വേണ്ടത് മധുരം, പുളി, ഉപ്പ്, പിന്നെ എരിവ്. ഈ 4 എണ്ണമാണ് നമ്മൾ. പിന്നെ ചവർപ്പും കഷായം ഉണ്ട്. ഇങ്ങനെയാണ് 6 രസങ്ങൾ. ഇതിൽ ഈ മധുരം കറി എന്ന് പറയും. മധുരക്കറി, എരിവിന് എരിച്ച കറി, ഉപ്പ് കറി, അതുപോലെ പുളിയും കറി. ഈ രസത്തോട് കൂടിയ കറികളാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ മധുരം എടുക്കുകയാണെങ്കിൽ അത് പായസങ്ങളാണ് ഈ സദ്യക്ക് ഏറ്റവും പ്രധാനം. പായസം എത്ര പായസം ഉണ്ടെന്നാണ് ചോദിക്കാം. അതെ, ഇപ്പോൾ കൂടുതൽ പായസം കൂടുന്നവരാണ് സദ്യയുടെ പ്രാധാന്യം കൂടുന്നത്. പായസം എന്ന് പറയുന്നത് ഒരു ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡാണ്. പാൽപ്പായസം ഉണ്ടാക്കാം, പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, അരി കൊണ്ട് ഉണ്ടാക്കാം, ചക്ക കൊണ്ട് ഉണ്ടാക്കാം, പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം. ഇതെല്ലാം ഈ പായസത്തിന് പ്രത്യേകം ഒരു അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസ് പറയാം. ഒരു ഗ്ലാസ് പാല് നമ്മൾ കുടിച്ചാൽ 150 കലോറി ഊർജ്ജമാണ് കിട്ടും. നമുക്ക് ഊർജ്ജമാണല്ലോ വേണ്ടത്. പൊതുവേ നമ്മുടെ ശരീരത്തിൽ 3000 കലോറി ഊർജ്ജമാണ് ഒരു ദിവസത്തേക്ക് ആവശ്യം, സാമാന്യമായ ഒരു ആരോഗ്യമുള്ള ആൾക്ക്. പിന്നെ ഫിസിക്കലായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവും. പക്ഷേ ആവറേജ് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ആഹാരത്തിന് മുമ്പ് WHO പറഞ്ഞിട്ടുണ്ട് 3:2:1 നമ്മൾ ഈ ന്യൂട്രീഷൻ, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. 3%, അതായത് 3 ഭാഗം കാർബോഹൈഡ്രേറ്റ്, 2 ഭാഗം പ്രോട്ടീൻ, 1 ഭാഗം ഫാറ്റ്, പിന്നെ മൈക്രോ ന്യൂട്രീഷൻ. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മളുണ്ടാക്കുന്ന ഓരോ ഡിഷും ഈ റേഷ്യോയിലാണ്. ഇപ്പോൾ പായസം വന്ന് വരുന്നത് അത് ഒരു ഗ്ലാസ് പാല് പായസമാക്കി അവർ 600 കലോറി ഊർജ്ജം കിട്ടും. അതിൽ അരി ചേർക്കും. അരിയിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട്. പാലിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രോട്ടീനും ഫാറ്റും ഉണ്ട്. പിന്നെ അതിൽ നമ്മൾ ശർക്കര, പഞ്ചസാര, അതിലും ഈ കാർബോഹൈഡ്രേറ്റും ഷുഗർ ധാരാളമുണ്ട്. ഷുഗർ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഇതേ ആകൃതി
പാലും ചേർത്ത് കഴിഞ്ഞാൽ ഇതേ റേഷ്യോയിൽ ഉണ്ടാകുന്ന ഹൈ കലോറി ഡിഷാണ്. അപ്പോൾ ഈ മധുരക്കറി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പഴനൂർക്ക്, പിന്നെ ശർക്കരപ്പേരി, ഇതെല്ലാം ഈ മധുരത്തിന് വേണ്ടി നമ്മൾ കഴിക്കും. ഈ ശർക്കരപ്പേറ്റി പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ ഈ നേന്ത്രക്കായ നെയ്യിൽ വറുത്തിട്ട് എടുക്കാം. അതുപോലെ അതിൽ ഈ ഇഞ്ചി അങ്ങനെ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും നമ്മൾ ഈ ശർക്കരപ്പേരി നമ്മളൊരു ഔഷധമായിട്ടാണ്. ഈ തൊണ്ടയ്ക്ക് ഗിരിഗിരി പറഞ്ഞ് ശർക്കരപ്പേരി ഇട്ട് വായിലിട്ടാണ് ചുക്കും ജീരകമൊക്കെ ചേരുന്നുണ്ട്. അപ്പോൾ അത് ഈ കഫത്തിനൊക്കെ ഇല്ലാണ്ടാക്കുന്നത്. മാത്രമല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ശർക്കരപ്പേരി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ദീപനാണ്, ആഹാരം ദഹിക്കും, വിശപ്പ് ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണ് സദ്യയിൽ ശർക്കരപ്പേരി വിളമ്പുന്നത്. അതൊക്കെ കഴിക്കാം. പിന്നെ നമ്മൾ പറയുന്ന 4 കറി. 4 കറിയിൽ കാളൻ, ഓലൻ, അവിയൽ, എരിശ്ശേരി, ഇതിനാണ് 4 കറി. ഇത് അപ്പുറം കറിയൊന്നും വേണ്ട, എല്ലാം ഒരുപോലെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചേർക്കണ്ട. നമ്മൾ ഈ ഓണക്കാലത്ത് എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് അന്ന് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുക. അന്ന് വീട്ടിലെ പച്ചക്കറികളാണ് ഓണത്തിന് ഉപയോഗിക്കുക. കാളൻ എന്തുണ്ടാക്കും? കായ, ചേന, കുമ്പളങ്ങ, മത്തങ്ങ, വഴുതനങ്ങ, ഇതെല്ലാം വീട്ടിലുണ്ട് താനും. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മൾ കറിവേപ്പില, ജീരകം, നാളികേരം, ഇത്രയും വേണ്ട ഒരു ഓണസദ്യക്ക്. വെളിച്ചെണ്ണ, ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് നമ്മുടെ. ഇപ്പോൾ കാളനെ പറ്റി എടുക്കാം. കളം എന്നുള്ളത് കൊഴുത്തതാണ്, കാളനാണ്. അവിടെ ഈ കായും ചേനയും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ്. അത് ഈ കായും ചേനയും ഹൈലി ന്യൂട്രീഷനാണ്. കുട്ടികൾക്ക് കായപ്പൊടി കൊടുക്കുമല്ലോ, അതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട്, വേഗം അബ്സോർബ് ചെയ്യുന്നതാണ്, ഹൈലി ന്യൂട്രീഷനാണ്, ഭയങ്കര ഊർജ്ജം ലഭിക്കുന്ന. പക്ഷേ ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ്. ആ ചേനയാണെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ഈ ടിഷ്യൂസിന് ആവശ്യമായിട്ട് വേസ്റ്റ് കളയുക. അതുപോലെ ഈ കഫത്തിനൊക്കെ ഇല്ലാണ്ടാക്കുന്ന. പിന്നെ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചേർക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഈ കായും ചേനയും നന്നായിട്ട് വേവിക്കും. അത് അധികം കഴിച്ചാൽ അതിൻ്റെ ദഹിക്കാൻ പ്രയാസമാണ്. അത് ദഹിച്ച് അതിലുണ്ടാകുന്ന ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ് ഈ തൈര് ചേർക്കുന്നത്. തൈര് തന്നെ നമ്മൾ വളരെ കാരണം നമ്മളെല്ലാവരും കിട്ടുന്ന തൈരാണ് ചേർക്കുക. നമ്മൾ പഴയടത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പഴയടാണുള്ള ദഹനത്തിന് ഈ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. മാത്രമല്ല ഞങ്ങൾ ഇതൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മോര് ഉണ്ടാക്കണം, ഈ തൈര് ഉണ്ടാക്കിയിട്ട് അത് പാല് ഒഴിച്ചിട്ട് തൈരാക്കിയിട്ട് അത് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോര് വേണം ചേർക്കാനായിട്ട്. ഏത് മോരും അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ മോര് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനുണ്ടാവുന്ന ഈ ദഹിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഈ കായും ചേരും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ മോരിന് കുറച്ച് പുളിയില്ല. ആ പുളി അധികമായി കഴിഞ്ഞാൽ അത് കേടാം. കാരണം പുളി അധികമായി കഴിഞ്ഞാൽ ഇൻഡക്ഷനിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയും അതുപോലെ വെളിച്ചെണ്ണയും ചേർക്കും. അപ്പോൾ തേങ്ങയും വെളിച്ചെണ്ണയും അധികമായി കഴിഞ്ഞാൽ അത് കൊഴുപ്പ് കൂട്ടും. അതിനാണ് ഈ കടുക് ചേർക്കുന്നത്. അപ്പോൾ ഈ കടുകിനൊരു ഗുണമുണ്ട്. കടുക് ഈ അധികമായുള്ള കൊഴുപ്പിനെ വിഘടിച്ച് കളയും. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്, പൂരിത കൊഴുപ്പിനെ അപൂരിതമായി തീർക്കും ഈ കടുക്. നമ്മൾ കടുക് വറുക്കുന്നത് അതുകൊണ്ടാണ്. വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടാണ് നമ്മൾ മറ്റേ താളിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് വറുത്താൽ അതിൻ്റെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മാറും. അപ്പോൾ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. അത്രയും സയൻറ്റിഫിക്കാണത്. എന്നിട്ട് അതിൽ കറിവേപ്പിൻ്റെ ഇല മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഈ കാളൻ എന്ന് പറയുന്നത് വയറ്റിൽ അസുഖമുള്ള ആൾക്ക് ദീപനം, അത് വിശപ്പ് ഉണ്ടാവാൻ, പിന്നെ വയറ്റിൽ വേദനയ്ക്ക്, പിന്നെ വയറ്റിൽ ഈ പുണ്ണുണ്ടെങ്കിൽ മാറും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൈൽസിന് ഏറ്റവും ഒരു ഔഷധമാണ്. അതിന് ഔഷധമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് തൊട്ട് കാളൻ എല്ലാവരും നന്നായി കഴിച്ചോളൂ. സദ്യയിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. പക്ഷെ പക്ഷേ ഇപ്പോഴത്തെ കാളം എല്ലാം മുളക് കൂടി ചേർത്താൽ രൂപം മാറും. കൂട്ടുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് അധികം മുളക് ഉണ്ടാവില്ല. അതിന് വളരെ കുറച്ച് എരിവുണ്ട്. കളറിൽ എരിവ് ഉണ്ടാവാൻ പാടില്ല, ലേശം ഉണ്ടാവില്ല, ഇഞ്ചിയുടെ എരിവുണ്ടാവും. പക്ഷേ ഈ മുളക് ചേർത്ത് അതിൻ്റെ ഗുണം പോയി. അപ്പോൾ കാളൻ എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. പ്രത്യേകിച്ച് ഈ പൈൽസ് രോഗം, മുലക്കുരു എന്ന് പറഞ്ഞ അസുഖത്തിന് ഈ ചേന അതായത് വിശേഷാത് അർശസാം പഥ്യം എന്ന് പറയും. അർശോരോഗികൾക്ക് ഏറ്റവും പഥ്യമായൊരു അതാണ് ഈ ചേന. അപ്പോൾ ഈ കാളൻ എന്ന് പറയുന്നത് വയറിനുണ്ടാകുന്ന എല്ലാ അസുഖത്തിനും വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഔഷധമാണത്. അത് നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലുണ്ട്. അതാണ് ഒരു കാളൻ. ഇനി നമ്മൾ ഓലനെടുക്കുക. ഓലനെ പറ്റി പറയാൻ ഓലോലന് 1 മടി എന്തിനും 100 കൂട്ടം എന്നാ പറയാം. ഒന്നുകൂടി പറയാം ഡോക്ടറെ. അതിനൊരു ശ്ലോകം ഞാൻ പറയാം. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് മത്തങ്ങ പിഞ്ചിളവനും ബൃഹതീ സമേതം പുത്തൻമണിപ്പയറുമങ് അതിനോടു ചേർത്ത് ആലോല നീലമിഴിമാർ അത് വെച്ചു തന്നാൽ ഓലോലനൊന്നു മടി എന്തിനു 100 കൂട്ടം. അതാണ് ശ്ലോകം. ഈ സദ്യ കൊണ്ട് അക്ഷരശ്ലോകം പല രസമായിട്ട് അതിനെപ്പറ്റി പറയും. ശ്ലോകം വല്ലതാണ്. ആ ഓല എന്ന് വെച്ചാൽ അത്രയും
ന്യൂട്രീഷ്യസ് ആണ്, ശരീരത്തിന് നല്ല ഹീലമാണ്. അല്ലെങ്കിൽ ഓല ചിലപ്പോൾ ഈ മറ്റേ തേങ്ങാപ്പാലും ചേർക്കും. ഈ ചേർക്കുന്ന ഔഷധത്തിനൊക്കെ ഒരു ഗുണമുണ്ട്. അപ്പോൾ കുമ്പളങ്ങ മത്തങ്ങ ആണെങ്കിൽ ചെറു കഴിഞ്ഞാൽ അങ്ങനെ 2 വിധത്തിൽ. അപ്പോൾ ഓരോ ശരിക്കും പറയാച്ചാൽ കുമ്പളങ്ങ മാത്രമേ ചേർക്കും. വല്ലീബലാനാം പ്രവരം കൂഷ്മാണ്ഡം വാട്ടപ്പിത്തം, ഇതെന്താ കഫം വർദ്ധിപ്പിക്കുന്ന, അത് ശരീരത്തെ തടിപ്പിക്കുന്നതാണ്. ഈ തടിയില്ലാത്ത കുട്ടികൾക്ക് എന്നും ഓലം കൂട്ടി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തടിക്കും. ഓലം കുട്ടികൾക്ക് വളരെ നല്ലതാണ്, തടി വെക്കാനും നല്ലതാണ്. പിന്നെ എരിവില്ല, അപ്പോൾ വയറിന് നല്ലതാണ്, ശരീരത്തിന് ഊർജ്ജം ലഭിക്കും, നല്ലോണം ന്യൂട്രീഷ്യസും കിട്ടും. അതാണ് ഈ ഓലൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എരിശ്ശേരി ആണ്, എരിവുള്ള ശരി, എരിവുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് എരിവുണ്ട്. അപ്പോൾ ഈ തട്ടിച്ച കപ്പറക്കത്തെ കുറച്ച് എരിവ് വേണം. അതിൻ്റെ കൂടെ എന്താ ഈ കൊളസ്ട്രോളിനെ ഇല്ലാണ്ടേക്കും എരിശ്ശേരി. അതൊരു സാധനം തന്നെ ചേർക്കാം, ചക്കലിശ്ശേരി അല്ലെങ്കിൽ കായ ചേന. പക്ഷെ അതിലെന്ത് ചോദിച്ചാൽ പച്ചമുളകും ജീരകമൊക്കെ അരിച്ചിടും, തേങ്ങ വറുത്തുമ്പോൾ എന്താ വെച്ചാൽ അതിൽ കുറച്ചും കൂടി എണ്ണ കുറച്ചും കൂടി ലൈറ്റായിട്ട് കൂടുതൽ തരും. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ അതൊരു ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ കൊഴുപ്പിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. അപ്പോൾ ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരും അതുപോലെ BP ഉള്ള ആൾക്കാർക്കൊക്കെ ഈ എലിശ്ശേരി കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടിയില്ല, BP കുറയും. പിന്നെ ശരീരത്തിന് ദീപനമാണ്, ശരീരത്തിന് നല്ലൊരു ഊർജ്ജം ലഭിക്കും. അതാണ് നമ്മൾ ഈ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാം ഓരോന്നും ഓരോ പ്രകൃതിക്കാരാണ്. കാളനാണെങ്കിൽ സാമാന്യമായി എല്ലാവർക്കും പറ്റിയതാണ്. ഓലൻ കുറച്ച് തടിപ്പിക്കുന്നതാണ്, എലിശ്ശേരി തടി കുറയ്ക്കുന്നതാണ്. പക്ഷേ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പും ആവശ്യമില്ലാത്ത കളയുന്ന ഇതാണ് ഈ എലിശ്ശേരി. എലിശ്ശേരിക്ക് എന്താ വെച്ചാൽ അത് കുറച്ചൊരു ഒരു ഞങ്ങളുടെ ഭക്ഷണം തീക്ഷ്ണമാണ്. അതായത് കുറച്ച് ഈ കഫത്തിനൊക്കെ ഇല്ലാണ്ടേക്കും. അപ്പോൾ ഈ വയറിൻ്റെ ഉള്ളിൽ ഈ പുണ്ണുള്ള ആൾക്കാർ എരിശ്ശേരി അധികം കഴിക്കാൻ പാടില്ല, കാരണം പുണ്ണിൻ്റെ ഒഴുക്കാണ്. പിന്നെ നമുക്ക് അടുത്ത് ഈ അവിയൽ. ഈ അവിയലിനെ സംബന്ധിച്ചോളം അത് ഇത് പറഞ്ഞ പോലെ ഇതിലൊക്കെ വളരെയധികം നാരുകൾ ധാരാളം, ഫൈബർ ധാരാളമുണ്ട്. അപ്പോൾ ഈ മലശോധനയൊക്കെ ക്ലിയറാക്കും, ഇൻഡസ്റ്റൈനിൽ കംപ്ലൈൻ്റ് ഒക്കെ മാറും. അതുപോലെ ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് കളയുന്ന സാധനം. അപ്പോൾ അതുമാത്രമല്ല ഈ അവിയൽ ഏത് വേണമെങ്കിൽ ചേർക്കാം, അതെ, ഏത് കഷ്ണം വേണമെങ്കിലും വെട്ടിക്കൂട്ടി ഇടാം. അവിയലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊരു ഒരു ചരിത്രം പറയുന്നുണ്ട്. അതായത് അത് ഈ അടുത്ത കാലത്ത് കൊച്ചി രാജാവിൻ്റെ അവിടെ ഉണ്ടായി എന്നാണ് മറ്റു കഥ പറയുന്നത്. അതായത് പണ്ട് ഈ ഉത്സവം 7 ദിവസമാണ്. അപ്പോൾ ഉത്സവം നടക്കുമ്പോൾ രാജാവ് അടുക്കളക്കാരോട് രാമയ്യൻ എന്ന് പറഞ്ഞ ആളാണ്, രാമയ്യൻ കറി എന്നൊരു പേര് പറയാം. അങ്ങനെ ഒരു അവിയലിന് പറഞ്ഞിരുന്നതാണ് രാമയ്യൻ കറി, രാമയ്യൻ ഉണ്ടാക്കിയ കറി. അപ്പോൾ ഊട്ടരയിലേക്ക് 7 ദിവസത്തേക്ക് വേണ്ട ലിസ്റ്റ് ആദ്യം കൊടുക്കണം. ഇത്ര പച്ചക്കറി, ഇത്ര ഓരോന്ന് മൊത്തം. അത് കഴിഞ്ഞാൽ അതോ 7 ദിവസം കൊണ്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം ഈ എല്ലാം തയ്യാറായി. അതിനിടയ്ക്ക് ഒരു ദിവസം എന്തോ ഒരു തടസ്സം വന്നു, അലായ്മ വരെ എന്തോ ഒരു ഉത്സവം നീളേണ്ടി വന്നു. 7 ദിവസത്തേക്കുള്ള സാധനങ്ങൾ പച്ചക്കറി കുറഞ്ഞു പോയി. അപ്പോൾ അവസാനത്തെ എന്തായി, ബാക്കിയുള്ള ആ അരിയുണ്ട്, അരി എപ്പോൾ വേണമെങ്കിൽ ഈ പച്ചക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ചോറുണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ബാക്കിയുള്ളത് എന്തൊക്കെ ഉണ്ട്, ആ വാഴത്തോലി കിടക്കുന്നുണ്ട്, നാളികാരം ഇടിച്ച് കഴിഞ്ഞിട്ട് പിണ്ടി കിടക്കുന്നുണ്ട്, കുറച്ച് കരിവേപ്പിനില്ല, പച്ചമുളകുണ്ട്, ഇനി ഇതെല്ലാം കൂടി കഷ്ണങ്ങളെല്ലാം ഒരേ ആകൃതിയിൽ അങ്ങോട്ട് അരിഞ്ഞു. അതങ്ങോട്ട് അരിയാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഒരാകൃതി അത് കംപ്ലീറ്റ് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ടുണ്ട് ഉപയോഗിച്ചു. അതിൽ ബാക്കിയുള്ള മോരൊഴിച്ചു, തേങ്ങാപ്പീര് ഒഴിച്ചു, ബാക്കിയുള്ള വെളിച്ചെണ്ണയും കരിവേപ്പില ഒക്കെ ഇട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് തിളപ്പിച്ചു, അങ്ങോട്ട് കുറുക്കി. എന്നിട്ട് വെച്ചു. അന്ന് അതും ആ ചോറും ബാക്കി പപ്പടം കൊടുത്തു. അന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കറിയായിരുന്നു. രാജാവ് പോലും പ്രശംസിച്ചു എന്നാണ് പേര്. രാമയ്യൻ ഉണ്ടാക്കിയത് കൊണ്ട് രാമയ്യൻ കറി എന്നുള്ള പേരും പറഞ്ഞു. അപ്പോൾ അതാണ് ഈ അവിയലിൻ്റെ സംശയം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയത്. അതിൽ പച്ചമുളകൊക്കെ കീറിഡ് ചെയ്യാം. ഈ അവിയൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്, വയറിന് യാതൊരു കേടുമില്ല, നല്ലതാണ്, ഫൈബർ കണ്ടൻറ്റ് ധാരാളമുള്ള ഇൻഡസ്ട്രീനെ അത് ക്ലിയർ ആക്കും. ഇതാണ് ഈ 4 കറി എന്ന് പറയുന്ന സാധനം, 4 കറിയുടെ ഗുണം. അപ്പോൾ ഈ 4 കറി നമ്മൾ അധികം ഇതിന്ന് ഉണ്ടായിട്ടാണ് മറ്റത്. ഇപ്പോൾ ഓലൻ തന്നെ ഓലന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടു ചേർക്കും, ഏകദേശം ഈ കറി തന്നെ. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ശാസ്ത്രീയമായി ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം മറ്റുള്ള കറികൾക്ക് ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഈ സദ്യക്ക്. പിന്നെ അതിൽ ചെയ്യുന്നത് ഈ അച്ചാറുകൾ അതുണ്ടല്ലോ, അതെന്താ വെച്ചാൽ ഇപ്പോൾ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാർ, ഇഞ്ചി തൈരാണ്. ഇഞ്ചി തൈര് ശരീരത്തിലെ ഈ ദീപനമാണ്, അതായത് അഗ്നിദീപം. എത്തൊക്കെ കഴിച്ചാലും നമുക്ക് ദഹിക്കും. നാരങ്ങ പ്രത്യേകിച്ച് വൈറ്റമിൻ C മാത്രം. ഇതിലെല്ലാം ധാരാളം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഇപ്പോൾ കാളനൊക്കെ ഉണ്ടാക്കി പച്ചക്കറികളിലൊക്കെ കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട്, പിന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളമുണ്ട്, ഇത് വൈറ്റമിൻസ് ധാരാളമുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു സമീകൃതമായ ആഹാരം എന്ന് പറയാം.
നമ്മുടെ 4 കറി. അപ്പോൾ ഈ അച്ചാറും അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അച്ചാറൊക്കെ വളരെ കുറച്ചേ ഓരോ അളവുണ്ട്. ഇന്ന് 3-4 തരം അച്ചാറുകളാണ് മറ്റേ ഡിഷിന് വേറെ അച്ചാറ് 4 തരം അച്ചാറിലും നമ്മൾ ഇപ്പോൾ എല്ലാം ശാസ്ത്രീയ ഇപ്പോൾ അമ്പഴങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കാം, അതും പുളിയാണ്, ചെറുനാരങ്ങയുടെ ഗുണം മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാം. ശരിക്കും സാധാരണ മാങ്ങ, ചെറുനാരങ്ങ, ഇഞ്ചി, ഈ 3 തന്നെ വേണ്ടിയുണ്ട്. പിന്നെ പപ്പടം അതെ, പപ്പടം നമ്മളൊരു പപ്പടം കാച്ചിന് 100 കലോറി ഊർജ്ജമാണ്. അപ്പോൾ പപ്പടം ഇതിനോട് കൂടി ചേരും, പഴനൂർക്കും ചേരും. ഇത്രയും ഒരു അളവിൽ കഴിച്ചാൽ ഒരു ഹൈലി 2500-2500ഓളം കലോറി ഊർജ്ജമുള്ള ഒരു ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള രസായന ഔഷധമായിട്ട് അത് മാറും. അതാണ് ഈ സദ്യയുടെ ഒരു അടിസ്ഥാനം. ഇപ്പോൾ സാധാരണ ഡോക്ടർ, ഇപ്പോൾ ഒരു ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള നല്ലൊരു ഓണസദ്യ കഴിച്ചു, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആൾക്ക് വേണ്ട ഊർജ്ജമൊക്കെ കിട്ടി, വൈകുന്നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആ ഒരു എനർജി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഒരു തത്വം പറഞ്ഞാൽ തൃപ്തിയാണ് അന്നം തൃപ്തിസ്തു. ആഹാരം കഴിച്ചാൽ തൃപ്തി വേണം. ഇപ്പോൾ ആൾക്കാർക്ക് എത്ര കഴിച്ചാലും തൃപ്തി വരില്ല. മാത്രമല്ല തൃപ്തി എന്ന് ചെയ്യുന്നതോ നമുക്ക് മനസ്സിന് തൃപ്തി മാത്രമല്ല, ശരീരത്തിനൊരു ക്ഷീണം ഉണ്ടാവില്ല. ശരിക്കുള്ള ആഹാരം ന്യൂട്രീഷ്യസ് ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല, നല്ല എനർജിയോട് കൂടി ഇരിക്കാം. ഇപ്പോൾ ഊട് കഴിച്ചാൽ അപ്പം പോയി കിടക്കണം. അതെന്താ വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം വേണ്ട വിധത്തിൽ ദഹിച്ച് ശരീരത്തിലെ ചയാപചയ പ്രക്രിയ മെറ്റബോളിസം കറക്റ്റാവണം. അതിന് ഈ ആഹാരം ഇതുപോലെ അതും വയർ ഫുള്ളായിട്ട് കഴിക്കുക. ആയുർവേദം പറയുന്നുണ്ട്, നമ്മളെ വയറിൻ്റെ 3 ഭാഗത്തിൽ ഒരു ഭാഗം കട്ടിയാഹാരം, ഒരു ഭാഗം വെള്ളം മറ്റും ഒഴിച്ചിടാനാണ് പറഞ്ഞു ആയുർവേദം പറയുന്നത്. അത് 5000 കൊല്ലം മുമ്പ് പറഞ്ഞത്. അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ പല ഗ്രന്ഥങ്ങളും വേറെയും കാണാണ്ട്. ഇതിൻ്റെ ഇതെന്താ വെച്ചാൽ ഒരു ഭാഗം വെച്ചാൽ അപ്പോൾ പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് പറഞ്ഞാൽ സെക്രീഷൻ മന്ത്രം ദഹിക്കണം. അതിനാണ് അപ്പോൾ അങ്ങനെ കഴിച്ചാൽ ഏകദേശം ഒരു 2500 കലോറി ഊർജ്ജം നമുക്ക് കിട്ടും. സാമാന്യം നമുക്ക് 3000 കലോറി ഊർജ്ജം കൊണ്ടു. അപ്പോൾ വൈകുന്നേരം ഒന്നും കഴിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ക്ഷീണം അറിയില്ല. മറ്റിപ്പോൾ ഈ ഇതൊരു വിരുദ്ധമായിട്ട് ഇപ്പോൾ ഒരാൾ ധാരാളം നമ്മൾ വേറെ ഈ നോൺ വെജ് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഓണസദ്യയിൽ, പക്ഷേ ഇന്ന് ഓണസദ്യയിൽ പോലും നോൺ വെജ് സ്ഥാനം പിടിക്കുന്ന അതൊന്നും നോൺ വെജ് നമുക്ക് ആവശ്യമില്ല ശരിക്കും. കാരണം അതിൻ്റെ ഒരു കലോറി പറയുകയാണെങ്കിൽ, പിന്നെ അതിൻ്റെ ഞാൻ ഒരു കലോറി ഊർജ്ജം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഈ കോഴി ഇറച്ചിയിൽ 22.7 പ്രോട്ടീൻ ഉള്ളത്. പക്ഷെ അതേസമയം നിലക്കടയിൽ 31% പ്രോട്ടീനാണ്. നോൺ വെജിനേക്കാൾ ധാന്യത്തിൽ കൂടുതലുണ്ട്. മുട്ടയിൽ 13% പ്രോട്ടീൻ ഉള്ളൂ. ഒരു 100 ഗ്രാമിന് കണക്കാകും. ചെറുപയറിലാണ് 24% ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക ഈ വെജിറ്റബിളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. അതിന് ശരിക്കും കഴിച്ചാൽ വേണ്ട എനർജി മുഴുവൻ കിട്ടും. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഒരു ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചാൽ, സാധാരണ ഈ ഓണം ആഘോഷത്തിൽ ഓണം ഉച്ചയ്ക്കല്ല ഊണ്, 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. 11 ഇതുപോലെ ഒരു വിശദമായിട്ട് ചോറും കാളൻ ഓലൻ, അതാ വളമുണ്ട്. ആദ്യം കാളൻ ഓലൻ അവിയൽ വിളമ്പുന്നതിനും ഒരു രീതിയുണ്ട്. എലിശ്ശേരി, ഉപ്പിലിട്ടത്, പിന്നെ പപ്പടം, മറ്റേ ഉപ്പിൽ വറുത്തപ്പേര്, ഊണ് കഴിഞ്ഞ് പായസം. പിന്നെ ഇതിൻ്റെ കൂടെ ഈ പരിപ്പ് നെയ്യും ചേർക്കും. അതൊന്നുമില്ല. ഈ പരിപ്പ് നെയ്യ് എന്ന് പറഞ്ഞ പോലെ ശരീരത്തിന് ബൃംഹണമാണ്, അത് തടിപ്പിക്കുന്നതാണ്. അതാണ് ഈ നെയ്യ് കുറച്ച് ആവശ്യമാണ്. നമ്മളെ 3:2:1 കുറച്ച് ഫാറ്റ് വേണം. നമ്മൾ ഈ കൊളസ്ട്രോൾ ഫാറ്റ് മുഴുവൻ ഒഴിവാക്കില്ല. ശരീരത്തിന് ആവശ്യമാണ് കുറച്ച് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. ഇത് 3ഉം സമീകൃതമായി ഉണ്ടാക്കുന്ന എല്ലാ ന്യൂട്രീഷനും, ഈവൻ മൈക്രോ ന്യൂട്രീഷൻസ്, മഗ്നീഷ്യം, സിങ്ക്, അയൻ്റെ എല്ലാം ഇതിലുണ്ട്. എല്ലാം കൂടിയിട്ട്, അതുപോലെ അത് സാധാരണ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, എൻസൈം കൂടുതൽ റിലീസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടി ഒരു 11 മണിക്ക് നല്ലൊരു ചുമക്ക്, അതായത് ഒരു 3 ഭാഗത്ത് 2 ഭാഗം കഴിച്ചാൽ മതി. മാത്രമല്ല നമ്മൾ ഈ കഴിക്കുന്നതിലൊക്കെ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ഐഡിയൽ ഫുഡ് എന്ന് പറയും. അത് കഴിച്ചാൽ ഈ ഒരു ആഹാരം കഴിച്ചാൽ 6 മണിക്കൂർ വേണം അത് ദഹിക്കാൻ. അപ്പോൾ 11 മണിക്ക് കഴിച്ചാൽ 12, 1, 2, 3, 4, 5 മണിയായിട്ട് ദഹിക്കും. അതുവരെ നമ്മൾ ഒന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കാം. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇത് 6 മണിക്കൂറിൽ ദഹിച്ച് മെറ്റബോളിസം കഴിഞ്ഞ് ഫുള്ളി യൂസ് ചെയ്യാൻ 12 മണിക്കൂർ കൂടി. അപ്പോൾ അതിന് രാത്രി പിന്നെ സാറിൻ്റെ എന്തെങ്കിലും വേണമെങ്കിൽ വല്ല ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കേ വേണ്ടൂ. അതാണ് സാധാരണ ആരോഗ്യപരമായുള്ളൊരു ഓണസദ്യ. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ഓണസദ്യ വാഴയിലയിൽ തന്നെ കഴിക്കണം. ഈ വാഴയിലയിലാണ് നമ്മൾ എപ്പോഴും സദ്യ കഴിക്കാറുള്ളത്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. വാഴയില വെച്ചാൽ
ഈ വാഴയില ഈ ഫ്ലേവറിങ് ചേർക്കണം. നമ്മുടെ അതിനൊരു ഫ്ലേവർ ഉണ്ട്. അത് മാത്രമല്ല ഈ വാഴയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ഒരു ന്യൂട്രീഷൻ ചെല്ലുണ്ട്, കെമിക്കൽ ചെല്ലുണ്ട്. അതുകൊണ്ട് വാഴയിൽ വിളമ്പിക്കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും വേഗം ചൂടാറില്ല. നമ്മൾ മറ്റുള്ള വിളമ്പിക്ക് പെട്ടെന്ന് ചൂടാകും, വാഴയിൽ അധികം ചൂടാറില്ല. കാരണം അത് വേഗം ഉരുക്കിയിട്ട് അതിൻ്റെ ആ ചൂട് നിലനിർത്തും. പിന്നൊന്ന്, ഈ വാഴയുടെ സൂപ്പർഫിഷ്യൽ ഇതിൽ കുറേ ആൻറ്റി മൈക്രോബ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ സാധാരണ ഭക്ഷണം കഴിച്ചാൽ ആൻറ്റി മൈക്രോബ്സ് ഉള്ള കാരണം അതിനെ വീണ്ടും അതിൽ വേറെ എന്തെങ്കിലും ചെറിയ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതില്ല, വിഷശമനം എന്നാണ് പറയാം. അപ്പോൾ വാഴയിലയിൽ വിളമ്പി കഴിഞ്ഞാൽ അത് ഈ പുറമെ എന്തെങ്കിലും അടിച്ചിട്ട് തുടച്ചിട്ട് ഇത് വിളമ്പിക്കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന മറ്റേ ഫ്ലേവറും അതിൻ്റെ സൂപ്പർഫിഷ്യൽ ഉണ്ടാകുന്ന ആൻറ്റി മൈക്രോബ്സ്, അതുപോലെ അതിൽ തന്നെ ചില ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതാണ് വാഴയില തന്നെ കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സദ്യയിൽ സാമ്പാർ, രസം, മോര്, ഇതെപ്പോഴും ആദ്യം സാമ്പാർ കൂട്ടി കഴിക്കുന്നു, അത് കഴിഞ്ഞാൽ മോര് കൂട്ടിയിട്ടും കുറച്ച് ചോറുണ്ടണം, രസം കഴിക്കണം, ഇതെല്ലാം അങ്ങനെയും പറയാറുണ്ടല്ലോ. അതെന്താ വെച്ചാൽ നമ്മുടെ കേരളീയ സദ്യ അനുസരിച്ച് ഈ സാമ്പാർ രസമില്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അതെന്താ വെച്ചാൽ കേരളം നമ്മൾ മലബാർ സ്റ്റേറ്റ് ആയിരുന്നു പകുതി. അതായത് ഇപ്പം നമ്മളൊക്കെ മലബാർ സ്റ്റേറ്റ് ആയിരുന്നു ഈ അന്ന് കേരളമല്ലോ. പിന്നെ തിരുവനന്തപുരം ഈ അങ്ങോട്ട് മറ്റേ എന്താ നെയ്യാറ്റിങ്കര അങ്ങനെ തമിഴ്നാട്ടിൽ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചി രാജ്യം മാത്രമേ ഈ കേരളമായിട്ട് കണക്കാക്കുള്ളൂ പണ്ട്. ഇത് ഒന്നായപ്പോൾ കുറച്ച് തമിഴിൻ്റെയും നമ്മളെടുത്തു. അങ്ങനെയാണ് ഈ തമിഴ്നാട്ടിലേക്ക് ഈ രസവും സാമ്പാറും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ആവശ്യമാണ്. അവർക്ക് സാമ്പാറും രസവും ഇല്ലാതെ ഒരു സദ്യയില്ല. അപ്പോൾ സാമ്പാറിനും ഗുണമുണ്ട്. സാമ്പാറിൽ നമ്മൾ വെണ്ടക്കായ, തക്കാളി അങ്ങനെയൊക്കെ ഇട്ടുമ്പോൾ അതിൽ നമ്മൾ ധാരാളം ഈ മറ്റും ചേർക്കുക. അപ്പോൾ ഈ സാമ്പാറിനെ സംബന്ധിച്ച് നല്ലോണം ദഹിക്കാൻ നല്ലതാണ്, ദീപനാണ്. അപ്പോൾ നമ്മളിവിടെ ഊണ് കഴിക്കുമ്പോൾ ആദ്യം നെയ്യും പരിപ്പും കൂട്ടി കിട്ടും. നെയ്യ് കുറച്ച് കട്ടിയുള്ളതാണ്. അത് സാധാരണ നമ്മൾ ആദ്യം കഴിക്കുന്ന ഈ കൊഴുപ്പ് കൂടിയതും മറ്റേ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം ആദ്യം കഴിക്കുന്ന പറയാം. അതാണ് നെയ്യ് കൂട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴാണ് പിന്നെ സാമ്പാർ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് കുറേ സെക്രീഷൻ കൂടും. അപ്പോൾ അങ്ങനെ ദീപനമായിട്ടാണ് പിന്നെ സാമ്പാർ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ശരിക്കും പറയുന്നത് നമ്മളെല്ലാം കൂടി കഴിക്കും. ഓരോ ഡിഷും ഓരോ ഇതിൽ കഴിക്കുന്ന പറയാം. ആസ്വദിച്ച് കഴിക്കും. കുറച്ച് സാമ്പാർ കൂട്ടി കഴിച്ചു, പിന്നെ കുറച്ച് കാളം കൂട്ടി കഴിച്ചു, പിന്നെ അവിയൽ കൂട്ടി കഴിച്ചു, പിന്നെ ഓലം കൂട്ടി കഴിച്ചു, എലിശ്ശേരി, അങ്ങനെ ഓരോ ഡിഷും ചോറ് കൂട്ടി കഴിക്കും. ഓരോന്നിൻ്റെയും സ്വാദ് അപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് ചേർത്തിട്ട് നമ്മൾ രസം കൂട്ടും. അപ്പോൾ ഈ രസം എന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ ഈ കോവിഡ് കാലത്ത് രസം കുടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ വൈറസിനെ നശിപ്പിക്കാൻ ഗുണമുള്ളതാണ് ഈ രസം. നമ്മൾ ഇത് കഴിക്കുന്നൊക്കെ എന്തെങ്കിലും വൈറസിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ വിഷാംശമാണോ, നമ്മളെ വിഷാംശം ഉണ്ടോ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ അതില്ലാണ്ടൊക്കെ നമ്മൾ രസം കഴിക്കും. എന്നിട്ട് ഈ ഇൻഡസ്ട്രിയൽ മുഴുവൻ തൊണ്ട മുഴുവൻ ക്ലിയറായാലാണ് നമ്മൾ പായസം കഴിക്കുക. പായസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ധാരാളം, കാരണം പായസം ഹൈലി ന്യൂട്രീഷൻ. അത് 1-2 ഗ്ലാസ്സൊക്കെ കഴിയും. ആ പായസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മധുരമാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്, പിന്നെ ഫാറ്റും പ്രോട്ടീൻ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചാൽ പായസം നല്ലോണം കഴിച്ചാൽ അപ്പോഴേക്കും വയറ് ഫുള്ളാക്കുമ്പോൾ 3 പാടുള്ളൂ. അപ്പോൾ പക്ഷേ എന്നാലും സാധാരണ കുറച്ചും കൂടി അധികമാവും. അപ്പോൾ ഈ പായസം ചെന്നാൽ ചോറും ഒക്കെ കൂടി ചെന്നാൽ അവിടെ ഈ സ്റ്റാർച്ചാണ് കൂടുതൽ ചെല്ലുന്നത്. അപ്പോൾ ഈ സ്റ്റാർച്ച് കൂടുതൽ ചെന്നാൽ ആമാശയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത്, അതായത് ആമാശയത്തിൽ സ്റ്റാർച്ചാണ് ആദ്യം ദഹിക്കുക. പിന്നെ ഈ ഫാറ്റ് കൊഴുപ്പൊക്കെ ഡിവൈഡ് കിഴിപ്പിട്ടിറങ്ങണം. അപ്പോൾ ഈ സ്റ്റാർച്ച് കൂടുതൽ ദഹിക്കണമെങ്കിൽ അവിടെയുള്ള എൻസൈം വർക്ക് ചെയ്യണം. അത് എൻസൈം വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ആസിഡിക് pH-ലായ എൻസൈം വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും ഈ സ്റ്റാർച്ച് അവിടെ ഉള്ളപ്പോൾ നോർമൽ സെക്രീനേക്കാൾ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിലേക്ക് സെക്രീ. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്. അതാണ് വല്ലാണ്ടൊരു സദ്യ ഉണ്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് ക്ഷീണം, ഉറക്കം വരുന്നത്. അപ്പോൾ ഈ ആസിഡ് ഹൈഡ്രോക്ലോറിക് കൂടുതൽ സെക്രീറ്റ് ചെയ്യും. ആ സെക്രീറ്റ് ചെയ്യുമ്പോൾ വല്ലാണ്ടൊരു ക്ഷീണം തോന്നും. അത് കൗണ്ടർ ചെയ്യാൻ അവസാനം മോര് കൂട്ടി ചോറ് കഴിക്കും. അപ്പോൾ ഈ മോര് മോര് ആസിഡാണ്, അമ്മളെന്ന് പറയും. മാത്രമല്ല അത് ദീപനമാണ്, ദഹിക്കണം. ലേശം മോര് കൂട്ടി ചോറ് ഉണ്ടാൽ ആ ആമാശയ pH അങ്ങോട്ട് മാറും, ഒരു 4 ഒക്കെ വരണം അവിടെ. ആ ആമാശയ pH മാറിക്കഴിഞ്ഞാൽ ഈ എൻസൈം വന്ന് അത് ചോറിനെയോ കാർബോഹൈഡ്രേറ്റ് മുഴുവൻ ദഹിപ്പിക്കും. അപ്പോൾ ക്ഷീണം അറിയില്ല. അതാണ് ഈ മോര് കൂട്ടി കഴിക്കേണ്ട യുക്തി. ഇപ്പോൾ ഡോക്ടർ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് സദ്യ കഴിക്കുന്നത്, കാരണം അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് നോൺ ഐറ്റംസിനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു സദ്യ കഴിക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ ഏറെ തരുന്നുണ്ട് അല്ലേ? അതിപ്പോൾ ഇത് ചോദ്യം തിരിച്ചാ വേണ്ടത്. ആരോഗ്യപരമായിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നോൺ വെജ് കഴിക്കാം. മറ്റുള്ള ദിവസങ്ങളെല്ലാം ഇതുപോലെ ഇതുപോലെയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ഇന്ന് മെയിൻ അതാണ് എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോൾ നമ്മൾ ഡെയിലി എൻ്റെ മുഖത്ത് കാണുന്ന 30 വയസ്സാകുമ്പോഴേക്കും ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. പണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു 40 വയസ്സ് ആൾ വന്നാൽ ഫാറ്റി ലിവർ എന്താ, മദ്യം കഴിക്കുമെന്ന് ചോദിക്കാം, എത്ര കഴിക്കുമെന്ന് ചോദിക്കാം. മദ്യം കാണുപോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ ഫാറ്റി ലിവർ വരുന്നത്. അന്ന് നമ്മൾ ഈ കെമിക്കൽ ചേർത്ത കണ്ടമാനം ഒരു 2 നേരം 3 നേരം ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ എക്സസൈസ് ഇല്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മറ്റേ നോൺ വെജ് കഴിക്കാൻ നല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഈ മറ്റേ സദ്യ കഴിക്കാൻ വളരെ നല്ല. പിന്നെ കുട്ടി ഇതുപോലത്തെ ഡിഷ് മാത്രം മതി. ഇപ്പോൾ ന്യൂ ഡിഷ് ഗോബി മഞ്ചൂരി, പനീർ ബട്ടർ മസാല, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതെല്ലാം ചേർക്കുന്ന അജിനോമോട്ടോ, അതുപോലെ കുറേ കെമിക്കലുണ്ട്. ഇതിനെല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും. ഏത് ഹോട്ടലിൽ എവിടെ പോലും ഇതിലൊക്കെ എല്ലാം ഒരേ ടേസ്റ്റ്, ഒരു മണമുണ്ട്. അത് സത്യം പറഞ്ഞാൽ ആയുർവേദപരമായി ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ അത് ശരീരത്തിലേക്ക് ചൂട് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, അത് ഇൻഡസ്ട്രിയിൽ കുടലിനെ മറ്റേ പുണ്ണുണ്ടാക്കുന്ന സാധനമാണ്, ഉഷ്ണം കൂട്ടുന്നത്. അത് ഒട്ടും ന്യൂട്രീഷൻ, അത് അതുപോലെ ഇതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഒന്നുമില്ല. അത് കഴിച്ചാൽ ഫ്രീ റാഡിക്കൽസ് കൂടുക. അതുകൊണ്ട് അത് ശരീരത്തിന് ഒട്ടും ഒരു ന്യൂട്രീഷ്യസ് അല്ല, ടേസ്റ്റാണ്. പക്ഷേ ന്യൂട്രീഷ്യസ് അല്ലാതെ ഞങ്ങൾ ആയുർവേദപരമായിട്ടുള്ള ആ ഒരു അനലൈസ്. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു, പച്ചക്കറികൾ അരിയുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ എല്ലാ വിഭവങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം 4 ആളുകളെ ഉള്ളൂ എങ്കിൽ പോലും കാറ്ററിങ്ങിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ അത് ഉണ്ടാക്കണം. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ കാറ്ററിംഗ് സർവീസ് പോലുള്ളൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഈ ഒരു ആരോഗ്യ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടാവും എന്നത് സംശയമാണ് അല്ലേ? അത് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടുന്ന് വാങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ കാളൻ എന്ന് പറയുന്നത് മറ്റേ കായും ചേനയും നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് അതിൽ മോരൊഴിച്ച് തിളപ്പിച്ച് വറ്റിക്കണം. കുറുക്കി അത് എസൻസ് ആക്കണം. അതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നു, ജീരകം അരച്ച് ചേർക്കുന്നു, കറിവേപ്പില, കടുക് നല്ലോണം പറയും. കടുക് വറുത്താൽ ആ വെളിച്ചെണ്ണ ചേർക്കും. ആ വെളിച്ചെണ്ണയിൽ ഇത് മാറും. പക്ഷേ ഇപ്പോൾ കായും ചേനയും തന്നെ വളട്ടിട്ട കൂട്ടുക. ചില ആൾക്കാർ ഈ നാളികേരത്തിന് പകരം മറ്റേ അരിപ്പൊടി അരച്ച് ചേർക്കുന്നുണ്ട് കട്ടി കിട്ടാൻ വേണ്ടി. പിന്നെ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് വെളിച്ചെണ്ണ കിട്ടണ വെളിച്ചെണ്ണ ആവണമെന്നില്ല. അങ്ങനെ ഒരു അഡൾട്രേഷൻ ഇന്ന് നമുക്ക് കിട്ടുന്നതിലെല്ലാം മായം ചേർക്കപ്പെടുന്നതാണ്. നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കില്ല, അത് ഒഴിവാക്കിയാൽ നല്ല സാധനം. പിന്നെ നമ്മൾ നാടോടുമ്പോൾ നടുവ് ഓരോന്നായി മൂർത്തിയില്ല, നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടും, നമ്മൾ ആട്ടണം. ആ ഒരു സംസ്കാരം നമുക്കുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ കേരളം നന്നാവണമെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം. പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാലേ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. അപ്പോൾ നമ്മൾ പലരും പറയേണ്ടത് കേരളം ഒന്നൊക്കെ ശരി, ആരോഗ്യരംഗത്ത് ആശുപത്രികൾ വളരെ നല്ല ആരോഗ്യം. നമ്മൾ ഈ കുന്നങ്ങത്തെ എത്രയോ ആശുപത്രി കുറയുമ്പോഴാണ് ആരോഗ്യം വളരുന്നത്. ആശുപത്രി പറഞ്ഞാൽ അത് രോഗികൾ കൊടുക്കുന്നു, അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല. അപ്പം ഞാനിപ്പോൾ ഹിമാചൽ പ്രദേശിൽ പോയി 2 മാസം. അവിടെ നിന്ന് ആശുപത്രിയിൽ എല്ലാം സുഖമായിട്ട് ആരോഗ്യത്തോട് നടക്കും. അപ്പം ഞങ്ങൾ ഈ ഡ്രൈവർ ഇപ്പോൾ ആൾ 40 ആൾ എന്തെങ്കിലും എനിക്കൊരു അസുഖമില്ല, ഒരു കുഴപ്പം, ഇവിടെ ആർക്കും അസുഖമില്ല, ആരും ആശുപത്രി പോലെ. ചിലപ്പോൾ എന്തെങ്കിലും വരാം, തൊട്ടടുത്ത് എന്തെങ്കിലും വരും. വലിയ പ്രശ്നം ഞങ്ങൾക്ക് മറ്റേ 60 കിലോമീറ്റർ പോകണം. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ജീവിതശൈലി രോഗങ്ങളില്ല. അവിടെ പിന്നെ ഈ വീടി വലിച്ച് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, ക്യാൻസറൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറേ കാലം കൂടുമ്പോഴാണ്. നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഡയബറ്റിക്, BP, കൊളസ്ട്രോൾ, അവിടെ ഒരാൾക്കും വളരെ കുറച്ച് ആൾക്കാർക്കുള്ളൂ. ഇവിടെ അതല്ല, ഇവിടെ അത് കൂടാതെ 30-35 വയസ്സാകുമ്പോഴേക്കും BP, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ അതൊക്കെ ആയിട്ട് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് പൊട്ടാൻ വെച്ച ഒരു കുമിള പോലെയായിട്ടാണ് ഞങ്ങളുടെ ആയുർവേദം കണക്കാക്കുന്നത്. അതുകൊണ്ട് ജീവിതശൈലി മാറ്റി അതിന് മരുന്ന് കൊടുക്കുക എന്നുള്ള. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള രോഗികളെ കൊളസ്ട്രോൾ എഴുതി കൊടുത്താൽ, ഇപ്പോൾ അടുത്ത് ഞങ്ങളൊരു സ്റ്റഡി നടത്തി. ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഈ മസിൽ ക്ഷീണിച്ചിട്ട് വേദന വരുന്നുണ്ട്, മേലുവേദന, അത് മൾട്ടി ജോയിൻറ്റ് പെയിൻ, മയാൾജിയാണ്. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ അത് സാധാരണ ഒരു 200 ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കൊളസ്ട്രോൾ ഇത് തുടങ്ങുകയാണ്. അപ്പോൾ ഈ കൊളസ്ട്രോളിന് ഒന്നാമത് മരുന്ന് കഴിക്കലല്ല ചികിത്സ എന്ന് പറയും. അപ്പോൾ അതായത് ഈ ഒരു ഡോക്ടർ PKR വാര്യറുണ്ട്, അലോപ്പതിയിലെ നല്ലൊരു ഡോക്ടർ. അലോപ്പതി ഒരു പണ്ട് അതായത് അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനൊക്കെ നല്ലൊരു ഡോക്ടർ, നല്ല ശാസ്ത്രീയമായി ചിന്തിക്കുന്നു, ഒരു നല്ല ധാർമ്മികമായി. അദ്ദേഹത്തിന് ജീവചരിത്രമുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ടോ ഇപ്പോഴത്തെ കൊട്ടക്കലി PK വാര്യരല്ല, PKR വാര്യർ എന്ന് പറയും. അല്ലെങ്കിൽ പെരുന്തൽമണ്ണ തന്നെ. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തട്ടിപ്പാത്രേ. അത് ഈ LDL മഹാ തട്ടിപ്പാന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് വേണ്ട ഫാറ്റ് എന്നാണ്. അതിന് മരുന്ന് കഴിക്കുകയല്ല, ആഹാരം ക്രമീകരിച്ച് നടക്കുക, എക്സസൈസ് ചെയ്യുക. ഇത് അദ്ദേഹം ഇവിടെ അതല്ല, നടക്കാൻ ആരും പറയൂല, ആർക്കും ഗുളിക. ആ മാത്രമല്ല, ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഈ തലച്ചോറ് ചുരുങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഫാറ്റല്ലേ, കൊളസ്ട്രോൾ കൊള്ളുന്നുണ്ട് ശരീരത്തിന് അപ്പുറത്തുണ്ടാവുന്ന ഈ കൊഴുപ്പിനെ അത് അലിയിക്കും.
അങ്ങനെ ഒരു മയാൾജി വരുന്നുണ്ട്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലി അഡാപ്റ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ആവശ്യം ഇതുപോലെ നല്ല ശുദ്ധമായ ആഹാരം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക. കാലേ ഹിതമിതം ഭോജി എന്ന് പറയും, വേണ്ട സമയത്ത് ഹിതമായി മിതമായി ആഹാരം കഴിക്കുക. അതാണ് നമ്മളെ ഈ ഓണസദ്യയിലൊക്കെ അടിസ്ഥാനം. ഇത്രയും മതി നമുക്ക് ആരോഗ്യം കിട്ടും. ഇങ്ങനെ ഭക്ഷണം കഴിച്ചാലേ സുഖമായിട്ട് ആരോഗ്യം കിട്ടും. ആരോഗ്യം ഈ ഫയൽമാനെ പോലെ മസിൽ ഉണ്ടാവുന്ന നല്ല ആരോഗ്യം. നമ്മൾ ഊർജ്ജസ്വലമായി അവനവൻ്റെ കർമ്മങ്ങൾ എത്ര മണിക്കൂർ വേണം ചെയ്യാനുള്ള ആ എനർജിക്കാണ് ആരോഗ്യം എന്ന് പറയാം. അത് വേണമെന്നെങ്കിൽ ഇതുപോലെ ആര് പറഞ്ഞു, നിത്യം ഹിതാഹാര വിഹാര സേവി, എല്ലാ ദിവസവും ശരീരത്തിന് വേണ്ട വിധത്തിലുള്ള ആഹാരം കഴിക്കുക, അത്യാവശ്യം കുറച്ച് എക്സസൈസ് ചെയ്യുക. അതാണ് ഓണത്തിന് കളിയുള്ളൂ. ഓണക്കളികൾ ഇത്രയും ആഹാരം ഓണക്കളിക്ക് വേണം, അപ്പോൾ അത് ദഹിക്കും. അതാണ് ഓണത്തിൽ നമുക്കൊരു ആരോഗ്യമായിട്ടൊരു രഹസ്യം കിട്ടാണ്ട്. നിത്യം ഹിതാഹാര വിഹാര സേവി, ഇതാണ് ആയുർവേദം പറയുന്ന ആഹാരത്തെക്കുറിച്ച്. ഇതൊന്നിപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സദ്യ. കാരണം ഇതൊന്നും അത്ര ആളുകൾക്ക് പരിചിതമല്ല. നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന അതൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പലരും ഈ ഒരു സദ്യയെ കാണുന്നത്. പക്ഷെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, ഒരുപാട് പ്രാധാന്യമൊക്കെ ഇപ്പോഴായിരിക്കാം ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവുക. എന്തായാലും ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഈ ഒരു ഓണദിനത്തിൽ ആരോഗ്യ സന്ദേശമായിട്ട് ഓണ സന്ദേശം നൽകാനുള്ളത്? അത് അതിനു മുമ്പ് രണ്ട് കാര്യം. ഇപ്പം നമ്മൾ ആധുനികമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നു വളരുന്നുണ്ട്. പക്ഷേ എനിക്കിത് കേരളം നമ്മൾ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു എന്താ ഇൻ്റലിജൻസ് കൂടെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് ഈ നേപ്പാൾ പോയി, അവിടെ ഒരു ഹോട്ടലിൽ ഓരോ ഡിഷിലും കലോറി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തുടങ്ങിയിട്ട് നമ്മളെല്ലാവരും കലോറി ഊർജ്ജം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന അത് ശാസ്ത്രീയമായി അനലൈസ് ചെയ്യില്ല നമ്മൾ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2500 കലോറി ഒരു സദ്യ ഉണ്ട്, അതെങ്ങനെയാണ് കണക്കുണ്ട്. ആ കണക്ക് കഴിഞ്ഞപ്പോൾ ആ കണക്ക് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞത് അതായത് ഒരു ചോറ് സാധാരണ ഒരു തവി ഒരു 100 ഗ്രാം 192 കലോറിയാണ്. പരിപ്പ് നെയ്യിലും 134 കലോറി, കാളൻ ഒരു 50 ഗ്രാം ഓരോന്നും 144 കലോറി, അവിയൽ 136 കലോറി, ഓലനാണെങ്കിൽ 121, സാമ്പാറിൽ 130. ഇപ്പോൾ പുളിശ്ശേരിച്ച കാളൻ അത് കുറച്ചുകൂടി കട്ടി, ഞാൻ പറയില്ലേ ഗുരുവാണ് കട്ടി, അത് 250 കലോറി ഒരു 50 ഗ്രാം. അതുപോലെ പായസം ഒരു ഗ്ലാസ്സിൽ 478 കലോറിയാണ്. അതുപോലെ ഈ കാബേജ് തോരൻ വെച്ച് കഴിഞ്ഞാൽ 344 കലോറിയാണ്. എലിശ്ശേരിക്ക് 299 കലോറി, അത് അളന്നാണ്. അങ്ങനെ ടോട്ടൽ 2361 കലോറിയാണ് ഒരു സദ്യക്ക് നമ്മൾ. പിന്നെ പപ്പടും ഉപ്പേരും കൂടി ആയിക്കഴിഞ്ഞാൽ 2561 കലോറി കിട്ടുകയാണ്. അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ഈ ആഹാരം എന്ത് എപ്പോൾ എങ്ങനെ കഴിക്കുന്നെന്ന് പ്രാധാന്യമില്ല. അന്നം ബ്രഹ്മം എന്നാ പറയാം. അന്നം എന്ന ആഹാരം നമ്മളെ ജീവൻ, അലിയ എനർജി. അപ്പോൾ എനർജിയാണ് നമുക്ക് വേണ്ടത്, അത് തരുന്ന ആഹാരം. അത് പ്രകൃതിദത്തമായ സാധനങ്ങളെ കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക. അപ്പോൾ കാരണം ആഹാരമാണ് നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കുക. അന്നവിചാരം മുന്നവിചാരം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ. അതുപോലെ അതാണ് ഓണം എന്ന്. ഈ ഓണത്തിൻ്റെ ഈ ആഹാരം എല്ലാ ദിവസവും ഓണാക്കി മാറ്റണം. അപ്പോൾ മാവേലി നാട് വാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ. അതെന്താ വെച്ചാൽ മാവേലിയുടെ എന്നും ഇവിടെ വരിക്കട്ടെ, അതൊരു കൺസെപ്റ്റ് കേട്ടോ. മാവേലി ഒരു കൺസെപ്റ്റാണ്. അതായത് ഈ ഓണസദ്യ എല്ലാ ദിവസവും ഇതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാ ദിവസവും എല്ലാം ഉണ്ടാക്കണില്ല. ഒരു ദിവസം ഓല ഉണ്ടാക്കുക, പിറ്റേ ദിവസം കാള ഉണ്ടാക്കുക, പിറ്റേ ദിവസം അവിയൽ, അങ്ങനെ ഇതുപോലത്തെ ഓരോ ഡിഷ് ഉണ്ടാക്കിയിട്ട് സാധാരണ ചോറും കൂട്ടി കഴിച്ചാലും മതി. അത് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കും. കുട്ടികൾക്ക് ഈ പുതിയ ഈ മറ്റൊക്കെ പാക്കറ്റ് സാധനങ്ങൾ, ചോക്ലേറ്റ്, ഈ ടൈപ്പ് സാധനം കൊടുത്തിട്ട് കുട്ടികൾക്ക് വളരെ മഹാക്കേട്. ഇപ്പോൾ ഈ പല കുട്ടികൾക്ക് ഇപ്പോൾ ഈ മീസെൻട്രിക് ലിംഫ് നോഡ് സാധനമുണ്ട്, ഈ കടലമുണ്ട് കുടലിൽ. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ കഴിക്കുന്ന ഈ ആഹാരമാണ്. അപ്പോൾ ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓണം എന്ന് പറയുന്നത് ആഹ്ലാദിക്കാനുള്ളത്. ആഹ്ലാദിക്കണമെങ്കിൽ ആരോഗ്യപരമായ ഒരു ശരീരത്തിലെ ആഹ്ലാദപരമായ ഒരു മനസ്സുണ്ടാവും. ഈ മനസ്സ് എന്ന് പറയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് മനസ്സ് വളരുക. അപ്പോൾ നമ്മൾ ഈ സാത്വികമായ ഭക്ഷണം കഴിച്ചാൽ സാത്വികമായിട്ട് മാറും. അപ്പോൾ അതുപോലെ ഇതുപോലുള്ള ആഹാരം നമ്മൾ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുക. അങ്ങനെ ജീവിതശൈലി മാറ്റി ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ അകറ്റാം. എങ്കിലേ കേരളം ആരോഗ്യരംഗത്തെ ഒരു പുതുവഴിയിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യ സംസ്കാരം വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും ധന്വന്തരി ഭവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒന്നും കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.
ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് ആരോഗ്യരംഗത്തിലൂടെ ഇന്ന് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് നല്ലൊരു അറിവാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിച്ചത് എന്ന് വിചാരിക്കുന്നു. ഓണസദ്യ നമ്മളെല്ലാവരും മനം നിറഞ്ഞ് വയറ് നിറച്ച് കഴിക്കുമെങ്കിലും ഈ ഓണസദ്യയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ വിഭവങ്ങളുടെയും ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ CCTV പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.